ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്ത് എ.ആർ. റഹ്മാൻ മ്യൂസിക് നൽകി ധനുഷ്, കൃതി സനോൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ഇന്ത്യൻ ഹിന്ദി ഭാഷാ ചിത്രമാണ് തേരെ ഇഷ്ക് മെയിൻ. അതിലെ ആവാര അങ്കാര എന്ന പുതിയ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇത് പാടിയിരിക്കുന്നത് ഫഹീമാണ്. ഫഹീം സയ്യാറ സിനിമയിലും പാട്ട് പാടിയിട്ടുണ്ട്. സോ നോക്കാം. അടുത്ത് വീണ്ടും ഒരു മെലഡി ഡ്രോപ്പ് ചെയ്തോ എ.ആർ. റഹ്മാൻ. ധനുഷ് ഇത് ട്രെയിലറിലെ സീനാണ്. കൃതി സനോൻ മ്യൂസിക് അതൊരു വേറെ ലെവല് കേട്ടാ. तेरी कायनात मेरे खाली हाथ और तार तार सब ആ തുടക്കത്തെ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ആ മെലഡി ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം റഹ്മാൻ, ഞാൻ പറഞ്ഞില്ല മുമ്പ്, നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ റഹ്മാൻ ഒരു മെലഡിക്ക് എന്ന് വന്ന റഹ്മാൻ അടിച്ചിക്കവേ ആൾക്കിടയാണ്. സീനല്ല ലിറ്ററലി തീർച്ചയായും അഭിനയിച്ചു. സൂപ്പറാട്ടോ പാടുന്നത്. സൂപ്പർ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു വൈബ് ഉണ്ട്. ഒരു വോയിസ് ഒക്കെ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നൊരു പിടിയും കിട്ടുന്നില്ല. കൊള്ളാം കേൾക്കുമ്പോൾ ആ ഒരു മ്യൂസിക്. ബാക്കിലൊരു പട്ടിയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ പോലെ കാണാൻ സിനിമയിൽ മരിച്ചു തന്നെ പോകുന്നത് പണത്തിൽ. തേരെ ഇഷ്ക് മെയിൻ എ.ആർ. റഹ്മാൻ, ആനന്ദ് എൽ റായ്. ഗൈസ്, അപ്പോൾ തേരെ ഇഷ്ക് മെയിൻ ആവാര അങ്കാര സോങ് ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്ത്. പാട്ട് കൊള്ളാം ഗൈസ്. ഫഹീം നന്നായിട്ട് പാടിയിട്ടുണ്ട്. എ.ആർ. റഹ്മാൻ്റെ മ്യൂസിക്, ഞാൻ പറഞ്ഞ ആ മെലഡി ഡ്രോപ്പ് നന്നായിട്ടുണ്ട്. ഈ പടത്തിൽ എല്ലാ പാട്ടും കിട്ടില്ല സോങ്സ് ആണ്, ലവ് പാട്ടുകളാണ്. മുമ്പ് പറഞ്ഞ തന്നെയാണ് ഇപ്പോഴും പറയണത്, ലവ് പാട്ടിൽ എ.ആർ. റഹ്മാൻ അടിച്ച് കാളയില്ല. എ.ആർ. റഹ്മാൻ്റെ ഒരു പ്രത്യേകത, ഒരു ചെറിയ പാട്ടായിരുന്നാൽ അല്ലെങ്കിൽ ഒരു ചെറിയ മ്യൂസിക് ആയിരുന്നാൽ അതൊരു ഗ്രാൻഡ്യൂർ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് കോറസ് പാടാൻ വേറെ കുറേ 3-4 പേര്, ഒരു ബാക്കിൽ ചെറിയ സെറ്റ് ഹസ്കി വോയിസ് ഇടാൻ ഒരു 10-15 പേര്, ഫുൾ ഗ്രാൻഡ് ആയിരിക്കും. ഏതൊരു പാട്ടായിരുന്നു ഗ്രാൻഡ് പരിപാടി എന്ന് വെച്ചാൽ ചെറിയ പരിപാടിയൊന്നുമില്ല. അത് 1-2 സാധനം വെച്ചുള്ള ഒരു മ്യൂസിക് ഇട്ട് പരിപാടിയൊന്നുമില്ല. ഒരു ലോഡ് സാധനങ്ങളൊക്കെ വെച്ച് ഒരു ലോഡ് ആൾക്കാരെ പുറകിൽ നിർത്തി അങ്ങനെയാണ് ഒരു പാട്ട്. എ.ആർ. റഹ്മാൻ പണ്ടും അങ്ങനെയാണ്, ഒരു ഗ്രാൻഡ്യൂർ ആയിട്ടാണ് പാട്ടൊക്കെ റിലീസ് ചെയ്യുന്നത്. ഒരു പാട്ട് പാടുമ്പോൾ ഒറ്റ ആളായിട്ടല്ല, വേറെ ഏതെങ്കിലും ഇടയിൽ എന്തെങ്കിലും സെറ്റിംഗ് ഇടാൻ ഒരു 3-4 പേര് അങ്ങനെ എന്തേലും കാണും. അതുപോലെ തന്നെ ഈ ഫഹീം സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് ലിറിക്സ് ഇർഷാദാണ് എഴുതിയിരിക്കുന്നത്, നന്നായിട്ടുണ്ട്. ആനന്ദ് എൽ റായുടെ സിനിമയ്ക്ക് വരുമ്പോൾ ഇർഷാദാണ് എ.ആർ. റഹ്മാനോടൊപ്പം സോങ്ങിൻ്റെ ലിറിക്സ് ഒക്കെ എഴുതുന്നത്, നന്നായിട്ടുണ്ട്. സിനിമ 28 നവംബറിനാണ് റിലീസ് ചെയ്യുന്നത്. ധനുഷ്, കൃതി സനോൻ്റെ ഒരു പേര്
ഒരു ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഒരു പടമായിരിക്കും. മിക്കവാറും രണ്ടുപേരും ഞാൻ പറഞ്ഞില്ല മുന്നേ പറഞ്ഞ പോലെ നല്ലൊരു സൈക്കോപാത്ത് ലവേഴ്സ് ആയിരിക്കും. പിരിയുന്നതും ചേരുന്നതും പ്രണയരംഗങ്ങളും അങ്ങനെയൊക്കെയുള്ള, പക്ഷെ ഒരു കിടിലം പടമായിരിക്കും. പടം കണ്ടിട്ട് ഇനി ലാസ്റ്റ് ഒരു ഹാപ്പി എൻഡിങ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പുള്ളിയുടെ പടത്തിന് അങ്ങനെ വരാതിരിക്കാനാണ് ആനന്ദൻ ഡ്രൈവറുടെ ഒരു ഹാപ്പി എൻഡിങ്ങിന്റെ ചാൻസ് ഒന്നും ഇല്ല. മിക്കവാറും ഒരാൾ ചാവും അല്ലെങ്കിൽ പിരിയും, എന്തെങ്കിലും കാണും. പക്ഷെ എന്തായാലും പടം കാണാനുള്ള ഒരു വകവുണ്ടാവും. രണ്ടുപേരും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ആ ഒരു സിമ്പതി എമ്പതി എല്ലാം ചേർന്നുള്ള ഒരു സീൻസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. പടം വരട്ടെ. പക്ഷെ പാട്ട് സൂപ്പർ പാട്ട്, ആവാറ അങ്കാറ. പക്ഷെ എന്നാലും എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഫസ്റ്റ് പാട്ട് തന്നെ തേരെ ഇഷ്ക് മേ അരിജിത് സിംഗിന്റെ.